നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഖുതുബ എന്ന് പറഞ്ഞ വിഷയം റഹ്മത്ത്, ആളുകളോട് നിങ്ങൾ കരുണ ചെയ്യണേ എന്ന വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഒരു ഇബാദത്ത് കൊണ്ടോ അമലുകളെ കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് ചെയ്ത് നേടിയെടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കാരുണ്യം വേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ലോകത്തിലുള്ള ഒരാൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, കാരുണ്യം കൊണ്ടല്ലാതെ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയൂല എന്ന് ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, വലാ അന്ത യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾക്കും അങ്ങനെയാണോ ചോദിച്ചത്? റസൂലുള്ളാഹിയുടെ അഭിമുഖയല്ലേ, നിങ്ങൾക്കും അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയാലേ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയൂ, അങ്ങനെയുള്ള നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു. ഹബീബായ തങ്ങൾ മറുപടി എന്താ പറയൂ, വലാ അന, ഞാനാണെങ്കിലും അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചാലല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹിയാകുന്ന എനിക്ക് പോലും സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയൂല. ഇമാം ബുഖാരി കൊണ്ടിരുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയത്തിൽ നമുക്ക് നമ്മുടെ ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ്. പറയാൻ നിശ്ചയിക്കുമ്പോ ആളുകൾ ആരും കൂടുതൽ ആളുകളെ തിരിച്ചാലും എനിക്ക് കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഒരു ധാരണയാണ്. അതാദ്യം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ ജമാഅത്തിന് വരുന്ന ആളല്ലേ, ഞാൻ പറയാൻ പോകുന്ന ആളല്ലേ, സ്വലാത്ത് ദിക്റും ചെല്ലുന്ന ആളല്ലേ എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിലാണ്. പാവങ്ങൾ തീരെ കൊടുത്താൽ പോലും ചിരിച്ച ആളോട് ചിരിക്കൂല. ഇതാണ് നമ്മുടെ സ്വഭാവം. ഒരിക്കലും കിട്ടൂല. നമ്മൾ അങ്ങോട്ട് റാമത്ത് കൊടുത്താൽ ഇങ്ങോട്ട് റാമത്ത് കിട്ടും. പൊതുവയുടെ തുടക്കം തന്നെ അങ്ങനെയാണ്. അള്ളാന്റെ റഹ്മത്ത് നിനക്ക് വേണോ? എന്നാൽ ഈ ലോകത്തിലുള്ള ഭൂലോകത്തിലുള്ള ആളുകളോട് നിങ്ങളുടെ റഹ്മത്ത് ചെയ്യണം. എത്രത്തോളം ഞാൻ സ്വന്തം പെറ്റ് വലുതാക്കിയ ഉമ്മയോട് പോലും കാരുണ്യം കാണിക്കാൻ തയ്യാറാക്കാത്ത മക്കളുടെ കാലം, ഉപ്പമാരോട് പോലും കാരുണ്യം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിച്ചു പോകുന്നത്. എവിടെയൊക്കെ എത്ര പള്ളി കൊടുത്തൊരു കാര്യം എന്താ, എത്ര ദീനിനോട് കൊടുത്ത കാര്യം എന്താ? ആളുകളോട്, സ്വന്തം ഉമ്മയോട് ഉപ്പയോട് കരുണ കാണിക്കാത്ത നീ നിന്റെ അയൽവാസികളോട്, നിന്റെ നാട്ടുകാരോട്, നിന്റെ വീട്ടുകാരോട്, നിന്റെ ഒന്നിച്ച് ജമാഅത്തിൽ സഫായി നിൽക്കുന്ന ആളുകളോട് കരുണ കാണിക്കാത്ത ആളുകൾ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഇതുലതാണ്. അള്ളാന്റെ മാത്രമല്ല, അള്ളാന്റെ ആകാശലോകത്ത് അള്ളാന്റെ പ്രത്യേകക്കാരായ തെറ്റ് ചെയ്യാത്ത, കുറ്റം ചെയ്യാത്ത, ഇബാദത്ത് മാത്രം ചെയ്യുന്ന ഒരുപാട് അടിയാറുകളുണ്ട്, മലക്കുകളുണ്ട്, മുഹറമീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുടെ അവാഹകളുണ്ട്, ഹയാത്തുള്ള പ്രവാചകന്മാർ ആകാശ ലോകത്തുണ്ട്. സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഹയാത്തുള്ളവരാണ്, പ്രവാചകന്മാരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്. അവരുടെ കാരുണ്യം നമുക്ക് വേണോ? ഇവിടെയുള്ള ആളുകളോട്, ഇവിടെയുള്ള പൂച്ചയോട്, ഇവിടെയുള്ള നായയോട്, പശുക്കളോട്, ആടുകളോട് കരുണ കാണിക്കണം. അയൽവാസിയുടെ ആട് എന്റെ പറമ്പിൽ വന്നിട്ട് എന്റെ കമ്പനികളിന്റെ പേരിൽ അതിന്റെ കാലടിച്ചു കൊടുക്കുന്ന ആളുകൾ എന്തൊരു അപകടമാണ്. അല്ലെ, അതിന് ബുദ്ധിയുണ്ടോ? അതിന് അള്ളാന്റെ കൽപ്പനയുണ്ടോ? നിങ്ങൾ നമ്മുടെ വേണ്ട സംവിധാനങ്ങൾ നാം ചെയ്തു വെക്കാതെ നമ്മുടെ വീടിന്റെ പക്ഷത്തിലുള്ള പച്ചക്കറികൾ വന്നിട്ട് അവന്റെ ആടിൽ നിന്ന് തിന്നതിന്റെ പേരിൽ അതിന്റെ കാലൊടിക്കുന്ന ആളുകൾ, നായെ വേദനിപ്പിക്കുന്ന ആളുകൾ. എന്താ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ധാരണ? ഞാൻ എന്റെ നിസ്കാരം, എന്റെ നോമ്പ് ഒന്നിങ്ങനെ ഒരു ഫലം കിട്ടുള്ളൂ. ആളുകളോട് കരുണ ചെയ്യുന്ന സ്വഭാവം വേണം. എന്ന് പറഞ്ഞല്ല, മക്കളോട് കരുണ കാണിക്കാത്ത ആളുകൾ, അയൽവാസികളുടെ മക്കളോട്, സ്വന്തം മക്കളോട് പോലും കരുണ കാണിക്കാത്ത ആളുകൾ. എന്നിട്ടോ അവനെ ആചാരാണ്, അവർക്ക് പലതവണ കൊല്ലത്തിൽ 4 തവണ പോകുന്നതാണ്. സ്വന്തം മക്കളോട് കരുണ കാണിക്കുന്ന സ്വഭാവമില്ല. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാത്ത ആളുകൾ അവർ മുമ്പിനാണ്. അവരുടെ നിസ്കാരം കൊണ്ടോ അവരെ കൊണ്ടോ ഒരു ഭാര്യ വഹിക്കേണ്ടാവില്ല. സ്വഭാവം വേണം, സ്വഭാവം നല്ല സ്വഭാവം. ആളുകൾ എന്താ പൈസ കൊടുക്കണം, അല്ലെ, പൈസ കൊടുക്കണം. നിന്റെ കൂട്ടുകാരന്റെ മുഖത്തിൽ നോക്കി നീ ഒരു പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് സദഖയാണെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ചികിത്സാതിരിക്കൂല, കാണാൻ പറ്റാത്ത ആളുകൾ, ചിരിച്ചിരിക്കാത്ത ആളുകൾ, ഞങ്ങളുടെ മുത്തന്റെ തലകെട്ടിയ ആളുകൾ, കെട്ടിയ ആളുകൾ, നാടിയുടെ ആളുകൾ, നിസ്കാരം ബാങ്കുള്ള ആളുകൾ ചിരിച്ചാലിരിക്കൂല. സ്ഥലം പറഞ്ഞാലൊന്നും ഉഷാറായിട്ട് കൊടുക്കൂല. വേണം വേണ്ടെന്നുള്ള മക്കൾ, വേണം വേണ്ടെന്നുള്ളൊരു മക്കൾ, അല്ലെ. നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു കൂട്ടുകാരൻ വെച്ച് പച്ചപ്പറയും മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കൂട്ടുകാരൻ, അതോ വെത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. നേരെ ഒരു അസന്റെ സമയത്താണ് വെച്ചത്. മകനുമാകുമ്പോ വീട്ടിലേക്ക് വൈകിട്ട് 10 മണിയാകുമ്പോൾ പള്ളിയുടെ ഖബർസ്ഥാനിൽ അയാളുടെ പള്ളി നിറയെ ആളാണ്. വലിയ ആളാണ്. ഇച്ചറോട് പറഞ്ഞത്
അപ്പൊ ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. വലിയ വലിയ ആളുകൾ പോലും മരിച്ചാൽ കൂടാത്ത ആളുകൾ അയാളുടെ മയ്യത്തിന് നിസ്കരിക്കാൻ തടിച്ചുകൂടി. എന്താ കാരണമോ? സ്വഭാവം. എന്റെ സ്വഭാവം സാധു മനുഷ്യരാണ്. സാധു പറഞ്ഞാൽ ഞമ്മളാരെങ്കിലും വേറെ ഇല്ലാത്ത മനുഷ്യൻ. അയാള് കുറച്ച് മുമ്പ് നല്ലൊരു ആർട്ടിന്റെ ഇതല്ല വന്നു. അതിന്റെ മുമ്പ് അയാൾ പണി തറിയോ? കല്യാണം വിളിക്കണം. നമ്മുടെ നാട്ടിലുണ്ടാകാൻ അറിയില്ല. കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് നമുക്ക് സമയമില്ല. അപ്പൊ പഠിക്കാറ് അതിനെ പഠിക്കാറാക്കാം. എന്തൊരവസ്ഥ! ബാക്കി എല്ലാത്തിനാ വേണ്ടി എന്റെ കല്യാണത്തിന് വിളിക്കാൻ ഞാൻ പൈസ കൊടുത്ത ഒരാളെ ഞാൻ വിളിച്ചിട്ട് പോലെ പോലെ കഴിക്കാനാണ്. അതിന്റെ പണിയെടുത്ത ആളാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അത് വളരെ ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് അന്തസ്സുള്ള ഒരു കല്യാണം, ലളിതങ്ങളുടെ ഏറ്റവും വലിയ സുന്നത്തായ കല്യാണം, അത് നമ്മുടെ നേരിട്ട് വിളിക്കാനല്ല ഒരു സന്തോഷം. നമ്മൾ പോയി നമ്മുടെ നാട്ടുകാരെ വിളിക്കുമ്പോ നമ്മുടെ സ്വന്തമായിട്ട് പോയി വിളിക്കാം. ബാക്കി എന്തിനു സമയം രണ്ട് കല്യാണം വിളിക്കാൻ സമയമില്ല. കുടുംബത്തിന് ഓരോരുണ്ട് വാട്സാപ്പിലൂടെ ഗ്രൂപ്പ് മെസ്സേജാണ്. നമുക്കാരാണ്ട് പറഞ്ഞോ നേരിട്ട് പോയി വിളിക്കാനുള്ള സമയമില്ലാത്ത കാലം അല്ലെ. അപ്പൊ അയാൾ അങ്ങനെ വിളിച്ചിരുന്ന ഒരാളാണ് മുമ്പ്. അങ്ങനെ പോലെ പോലെ പോയി കല്യാണം വിളിച്ച ഒരു മനുഷ്യരായി പെട്ടെന്ന് അസുഖം വന്ന് ദിനസാറില്ല നല്ലൊരു മനുഷ്യൻ. എന്തൊരു മരണം! പുഞ്ചിരിച്ച് കിടക്കുന്ന മരണം. വെള്ളിയാഴ്ച 10 മണി രാത്രി അയാൾ ദഫനീയപ്പോൾ ആളുകൾ മുഴുവനും തടിച്ചുകൂടി. അതല്ലേ വേണ്ടത്? എത്ര ആളുകൾ നിസ്കരിച്ചിട്ട് പോലും അവസാനം മരിക്കുമ്പോ നിസ്കാരത്തിന്റെ 10 ആളുകൂടെ പ്രയാസം. എന്റെ നിസ്കാരത്തിന്റെ സ്വഭാവമില്ല. ആളുകൾ ആരും നല്ലത് പറയുന്നില്ല. ആളുകൾ ആരും നല്ലത് പറയുന്നില്ല. അതല്ല വേണ്ടത്. ഞങ്ങളെ കുറിച്ച് നല്ലത് പറയാം. എന്ത് ചെയ്യണം? കഴിയുന്നുണ്ടെങ്കിൽ ആളുകൾ ഞങ്ങൾ നന്മ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുക. ഇതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പണി. അള്ളാഹു ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു കൊടുക്കട്ടെ. കുടുംബത്തിന് സമാധാനം നൽകട്ടെ. വലിയ പ്രയാസം അനുഭവിച്ച ഒരു മനുഷ്യനാണ്. ഇന്നോ അയാളുടെ ഒരു മകൻ 7 കൊല്ലമായി കോയിക്ക് രോഗത്തിന്റെ കൂടെ ചെയ്യുക. ആരോ ചെയ്ത ഒരു തെറ്റി മോനെ പിടിക്കപ്പെട്ട് അയാൾ ഇപ്പോ 5-6 കൊല്ലമായി തോന്നും. അതിന്റെ സങ്കടത്തിൽ തന്നെയാണ് ഇന്ന് ആ മോഹൻ ചെയ്തിട്ട് ഉപ്പ വരച്ച കബരി. എന്തായിരിക്കും സങ്കടം? എന്തായിരിക്കും പ്രയാസം? അല്ലാഹു തആല ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. നിങ്ങൾ പറഞ്ഞു വന്നത് സ്വഭാവമാണ്. ഞാൻ സഭയുടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്വർഗത്തിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പഴണ്ട്. സ്വർഗത്തിൽ എത്തിയാൽ ആദ്യമായി തിന്നാൻ ആദ്യം തിന്നാൻ സ്വർഗത്തിൽ എത്തിയാൽ മീനിന്റെ കരലാണ്, മത്സ്യത്തിന്റെ കരൺ. നമ്മുടെ ചാടുന്നതാണ്. നമുക്ക് അതിനൊന്നും ഉപയോഗിക്കാം. ചാടുന്നത് സ്വർഗത്തിൽ ആദ്യം പോയാൽ അവിടുത്തെ ആളുകൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം മീനിന്റെ കരളാണ്. നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യം തരുന്നു. അത് എന്തിനു വേണ്ടി കൊടുക്കുന്നു? മഹാന്മാരായ മഹനീയങ്ങൾ പറഞ്ഞു അത് ഹിക്മത്തുമിനല്ലാഹ്, അല്ലാഹുവിന്റെ ഹിക്മത്താണ്. എന്താണ് ഞങ്ങളുടെ ചാടുന്നതും ഞമ്മ ഉപയോഗിക്കാത്തതുമായതാണ്. എന്നാൽ ആ സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് മനുഷ്യർക്ക് കൊടുക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പഴമുണ്ട്. ആ പഴത്തിന്റെ ആദ്യം ഞങ്ങൾ അറിയോ? നമ്മുടെ പെണ്ണുങ്ങളുടെ മുല പോലെയാണ്. പെണ്ണുങ്ങൾ മുല പോലെയാണ്. നല്ല സൗന്ദര്യമുള്ള ഒരു പഴമാണ്. അതായിരിക്കാണ് അള്ളാഹു കൊടുക്കുന്നത് അറിയോ? ദുനിയാവിൽ ജീവിക്കുമ്പോ കൂട്ടുകാരനെ കാണുമ്പോൾ പുഞ്ചിരിയോട് സമീപിച്ച ആളുകൾക്ക് മാത്രം അള്ളാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഒരു പഴമാണ് ആ പഴം. എനിക്ക് തമിഴാണ് നമുക്ക് എങ്ങനെ കൂടി വെച്ചിരുന്ന ചിരിക്കണം, ആയുസ് കൊടുക്കും. ഇങ്ങനെ കൂടിയാൽ പെട്ടെന്ന് പഠിക്കും. ടെൻഷനായി ബേജാറായി ആറ് രോഗം പറഞ്ഞു പറയും. രോഗം ഉണ്ടെങ്കിലും ആളുകൾ ചിരിച്ചിട്ട് രാത്രി ശരിയല്ല. അങ്ങനെയല്ല, സന്തോഷത്തിൽ അതൊരു സന്തോഷമാണ്. എത്ര ആർക്കുണ്ടാവും? ബേജാറോടുകൂടി വരുന്ന ആള് ഒത്തിരി നോക്കി ഞങ്ങൾ കുറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലൊരു സമാധാനം, നമ്മുടെ മനസ്സിലൊരു സമാധാനം. ഇതന്നെ വേണ്ടത്. ഇതില്ലെങ്കിൽ എന്താ ഒരു മനുഷ്യനെ കൂടി ജീവിച്ച് മരിച്ചു പോയി കാര്യം എന്താ? ആന്മാരെ കുറിച്ച് ഇങ്ങനെ കൊല്ലങ്ങളായി മരിച്ചു പോയി ഞങ്ങൾ ഇന്ന് പറയാം. എന്റെ കാരണം അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ്. അവരുടെ സ്വഭാവം ആരോഗ്യത്തിലുള്ള സ്വഭാവമായിരുന്നു. അതുകൊണ്ട് മുഖ്യങ്ങൾ നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ്. ഇതിന്റെ പല അവസ്ഥകൾ നമ്മുടെ അവസാന ഭാഗത്ത് പറഞ്ഞു. സൃഷ്ടികളുടെ വിചാരങ്ങൾ കൂടി വരാണ്. ഇടയ്ക്ക് എന്റെ ഒരു കൂട്ടുകാരൻ ഒരു മുതിർന്ന ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. കൗൺസിലിംഗ് പഠിച്ച ആളാണ്. അപ്പൊ അയാള് ഞാൻ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോ ഈ ഒരു ഇടയ്ക്ക് നമ്മുടെ ഈ ഡിസംബർ മാസം നവംബർ ലാസ്റ്റ് മക്കളെല്ലാം ടൂർ പോകുന്ന സമയം ഉപ്പമാർക്ക് ഭയങ്കര ഹാൻഡ് അയക്കാം. പൈസ 5,000 10,000 കൊടുത്തിട്ട് ഇങ്ങനെ അയക്കാം. കുട്ടികളെ സന്തോഷമല്ലേ. എന്റെ സ്കൂളിലെ കുട്ടികളുടെ ടൂർ പോയി +2 പേര് പോയി. ഞാൻ അയച്ചില്ല. അപ്പൊ ആദ്യത്തെ സ്കൂളിന്റെ മാസ്റ്റർ വിളിച്ചത് അല്ലെ, നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനിയോ മുസ്ലിം പിതാവ് ആണ്, ഞാൻ സ്കൂളിൽ വിളിക്കലാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഒരു ടൂർ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ അയക്കാതെ പൈസ പൈസ നോക്കിക്കാം, താല്പര്യമില്ലാത്തതാണോ? എന്താ ചെറിയൊരു കുട്ടികളല്ലേ, പറയുമ്പോ ആര് പെട്ടുവോ? അവരുടെ കൊച്ചു ആഗ്രഹങ്ങളല്ലേ മാസ്റ്റർ ചോദിച്ചത്. അവരുടെ കൊച്ചു സ്വപ്നങ്ങളല്ലേ, അത് ഇപ്പൊ പൂർത്തിയാക്കി കൊടുത്താലല്ലേ മക്കൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. സുഹാനത്തിന്റെ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ കൊച്ചു പല ആഗ്രഹങ്ങളും ഞങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ കോട്ടയ സ്ഥാനത്തിലേക്ക് ഇങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ ഒന്നിച്ചു പോകുന്നുണ്ട്. അയച്ചില്ല. നമുക്കറിയാം, ക്യാമ്പസ് വരാൻ തന്നെ പോയി നോക്കുമ്പോൾ തന്നെ അറിയാം പല ക്യാമ്പസിന്റെ അവസ്ഥകളും അവിടുത്തെ ചുറ്റുപാടുകളും.
അല്ലെ, ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മതസഞ്ചാരത്തിൽ ഇവിടെ അതായത് പറഞ്ഞു ഉസ്താദെ ആ സ്കൂളിനെ കുറിച്ച് പറയേണ്ട ഉസ്താദ് പരസ്യമായിട്ട് പെണ്ണുമക്കളും ആൺമക്കളും ചുമതല നടത്തുന്ന ക്യാമ്പസാണ്. അപ്പൊ ഈ ഉദവിയോട് ഈ ഉസ്താദിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ അയാൾ ഉസ്താദ് പറഞ്ഞ് ഉദവി അയാൾ പറഞ്ഞു ഉസ്താദെ നീ എന്ത് പറയും ചുമതല, ഞാനൊരു കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ കാസർഗോഡ് നിലയിലൊന്നാണ് അവിടെ സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തും. 7ാം ക്ലാസ് സ്കൂളിൽ അതേപോലെ ഞാനോ ഇല്ലെന്നറിയില്ല. അപ്പോ കൗൺസിലിംഗ് നടത്തുമ്പോ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള ആ വിഷയങ്ങൾ പുറത്തു വരാം. അപ്പോ വ്യക്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് അയാൾ കണ്ടോ കൂടി അതുപോലെ സാറെ ആ കുട്ടിയുമായി സാറെ എനിക്ക് എന്റെ ജീവിതത്തിൽ വ്യഭിചരിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല. കുറെ ദിവസങ്ങളായി മാസങ്ങളായി ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ വ്യഭിചാരത്തിലൂടെ നടന്നു പോകാറുണ്ട്. ആരാണ് വ്യഭിചരിക്കുന്നറിയോ? സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം ജ്യേഷ്ഠനാണ്. അപ്പോ തങ്ങൾ പറയാം നമ്മുടെ ഹസീന് നമ്മുടെ അഭിമാനങ്ങൾ ഭയങ്കര ഹസീൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഒന്നിനെ വിശ്വസിച്ചുകൂടാ, ഒന്നിനെ വിശ്വസിച്ചുകൂടാ. അപ്പൊ നമ്മൾ ചോദിച്ചത് മോളെവിടെ പറഞ്ഞത്? ഉമ്മാനൊപ്പം വെട്ടിയാണ് പറഞ്ഞത്. അപ്പൊ ആ ഉമ്മാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ സ്ഥലത്തിൽ തന്നെ വന്നിട്ടാണ് സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം ഉമ്മയും മൊത്ത ജ്യേഷ്ഠൻ അനുജത്തെ വ്യതിരിക്കുന്നത്. ഉമ്മ സംസാരിക്കുന്നില്ല എന്ന കാരണമോ ഉമ്മക്ക് അഭീത ബന്ധം. ഉമ്മ സംസാരിച്ചാൽ ഉമ്മക്ക് പേടിയാണ്. ഉമ്മാന്റെ എല്ലാ ഏറ്റവും മോൾക്കറിയാം, മോനറിയാം, സംസാരിക്കും. ഇത് ഏതോ ഒരു മതക്കാരെ കുറിച്ചല്ല, മുസ്ലിം മതത്തിനെ കുറിച്ചാണ്. റസൂൽ അന്ന് പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളാകുമ്പോൾ വ്യഭിചാരം കൂടി വരും. ഇതല്ലേ റസൂൽ പറഞ്ഞ സ്വന്തം തൊട്ടാൽ ഉദു പോകാത്ത ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ട് വ്യഭിചാരം നടത്തുന്ന കാലമാണ്. അപ്പൊ ഉസ്താദ് പറയാം ഇന്നലെ ഉസ്താദെ ഈ ചുമ്പൻ ഇങ്ങനത്തെ എത്ര കേസ് വേണം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. ഞാൻ നടത്തുമ്പോ ഉള്ളിലുള്ളതിന്റെ ഓട്ടോമാറ്റിക്കായി അവർ അറിയാതെ അവരുടെ വായിലൂടെ ഇങ്ങനെ പറയാം. അങ്ങനെ എത്ര വ്യഭിചാര കേസ്, എത്ര ടിക്ടോക്കും അതുപോലെ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോ എത്രയോ അനാചാരങ്ങൾ, എത്രയോ വന്നു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു കാലം നമ്മുടെ നാടാണ്. നമ്മുടെ കൈയുള്ള അള്ളാന്റെ കൈയിറങ്ങിയ നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണ്ടേ? പൈസ കൊടുത്ത് ഇങ്ങനെ അയക്കുമ്പോ ആ മക്കൾ പോയി എന്ത് ചെയ്യുന്നു? നമുക്ക് ഓരോ കോൺഫിഡൻസ് വേണം, ഓരോ കോൺഫിഡൻസ് വേണം. പക്ഷേ അതിന്റെ ഇടയിൽ എല്ലാം ഇങ്ങനെ കയറിവിട്ട് അവരെ അയച്ചു വിടുക എന്ന പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. കേൾക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കള് സ്വാധീനങ്ങളായ മക്കളാക്കി തരട്ടെ, നമ്മളെയും അള്ളാഹു സ്വാധീനങ്ങളാക്കി തരട്ടെ. അതുകൊണ്ട് നല്ല സ്വഭാവം എപ്പോഴും നമ്മൾ ഉണ്ടായാൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ അത് കാരണമാകും. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിവരമില്ലാത്ത കാര്യങ്ങളിൽ അയൽവാസികളോടോ കുടുംബങ്ങളോടോ നാട്ടുകാരോടോ സ്നേഹിതന്മാരോടോ വല്ല പരുക്കമുള്ള കാഠിന്യമുള്ള സ്വഭാവത്തോട് ഞങ്ങൾ വർത്തിച്ചവരാണെങ്കിൽ വിവരക്കേട് കൊണ്ടാണ് ഞങ്ങൾക്ക് നീ പൊരുക്കണേ അള്ളാ, ഞങ്ങളെ നീ നന്നാക്കണേ അള്ളാ. നിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന സ്വഭാവങ്ങളായ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാ. ആമീൻ.